നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ കൊറോണയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് യോഗയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെസ്സുകളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കുറേ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസുകൾ. അതുപോലെ തന്നെ നമുക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ കുറേ മാസങ്ങളോളമായിട്ട് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ആകെ സ്ട്രെസ്സ് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് നടക്കാനൊക്കെ ഉള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ജിംനേഷ്യത്തിനൊക്കെ ഇന്ന് മുതലാണ് നമുക്ക് ജിംനേഷ്യം നമ്മൾ പോയി കൈയും കാലിട്ട് കുറേ അടിച്ച് വ്യായാമം ചെയ്യുന്നതിനേക്കാളും യോഗയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും, സ്ട്രെസ് റിലീഫ് കിട്ടും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ സൂര്യനെ നോക്കിയിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഇരിക്കുക. കണ്ണടച്ചിട്ട് സൂര്യനെ നോക്കി സൂര്യനെ അഭിമുഖമായിട്ട് നമ്മൾ ഇരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ റിലാക്സേഷനും കിട്ടും. മൈൻഡ് നമ്മൾ ആ സമയത്ത് നമ്മൾ വേറെ ചിന്തകളൊന്നും ചിന്തിക്കാതെ, നമുക്കറിയാം നമുക്ക് പല ചിന്തകളുണ്ടാവും. നമ്മൾ കുറേ ആൾക്കാർ സ്ട്രെസ്സായിട്ടുണ്ടാവും, അതുപോലെ തന്നെ പട്ടിണിയുടെ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും, ചിലവുകൾ, ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കാതെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 5 മിനിറ്റെങ്കിലും സൂര്യനെ നോക്കിയിട്ട് കണ്ണടച്ചിരിക്കുക. അതാണ് നിങ്ങൾക്ക് സ്ട്രെസ്സുകൾ മാറാൻ നമുക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കൊറോണ 2-3 തരത്തിൽ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് പനിയായിട്ട് വരും ലക്ഷണം, ചില ആൾക്കാർക്ക് മേലും കൈയൊക്കെ വേദന. പിന്നത്തെ ഒരു വിഭാഗമാണ് നമുക്ക് ശ്വാസകോശത്തെ സംബന്ധിക്കുന്നത്. ശ്വാസകോശത്തിലേക്ക് ശ്വാസം മുട്ട് ഇതുപോലുള്ളതൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ആ ഒരു വകഭേദമാണ്. അത് ഏതാണ് വകഭേദമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു വകഭേദത്തിൽ ആ ഒരു ടൈപ്പിലുള്ള കൊറോണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ന്യൂമോണിയൊക്കെ ആയിട്ട് അത് ആ ഒരു ടൈപ്പിലുള്ള ന്യൂമോണിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മരണത്തിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ. നമുക്കറിയാം, നമ്മൾ ശ്വാസം കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു അല്ലേ. അപ്പോൾ അതുപോലെ ശ്വാസം കിട്ടിയില്ലെങ്കിൽ എല്ലാം തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നാഡീശുദ്ധി പ്രാണായാമമുണ്ട്. ഒന്നുമില്ല, നമ്മളതൊക്കെ പറയുമ്പോൾ വലിയ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താ പ്രാണായാമം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസുകളാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുദ്രയുടെ പേരോ അല്ലെങ്കിൽ യോഗ എന്നൊക്കെ പറയുമ്പോൾ യോഗയുള്ള കാരണം എന്നൊക്കെ പറയാം, യോഗ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ യോഗ നമ്മളുടെ ഒരു മതത്തിന് മാത്രമുള്ളതാണ്, ഒരു ജാതിക്ക് അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സ്. അതുകൊണ്ടാണ് ഞാൻ ആസനങ്ങളിൽ മുദ്രകളുടെ പേരൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മൂക്ക് പൊത്തിപ്പിടിക്കാം. ഒരു മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ശ്വാസം എടുക്കാം. ആ മൂക്കിൽ തന്നെ വിടുക. അതായത് അങ്ങനെ മാറി മാറി ചെയ്യുക. ആദ്യം വലത് മൂക്ക് പൊത്തിപ്പിടിക്കുക, എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കിൽ തന്നെ വിടുക. പിന്നെ ഇടത് മൂക്ക് പൊത്തിപ്പിടിക്കുക, വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിൽ തന്നെ വിടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 മൂക്കിലൂടെ, ഇത് പൊത്തിപ്പിടിക്കേണ്ട, 2 മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുക. 2 മൂക്കിലൂടെ ശ്വാസം എടുക്കുക, 2 മൂക്കിലൂടെയും ശ്വാസം പുറത്തോട്ട് വിടുക. പിന്നെയാണ് നമ്മൾ ഈ മുദ്ര പറഞ്ഞത് ചെയ്യേണ്ടത്. ഒരു മൂക്ക് പൊത്തിപ്പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പോവാത്ത രീതിയിലുള്ള ഈ ഭാഗത്തായിട്ട് നമ്മൾ മൂക്ക് പൊത്തിപ്പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇടത് മൂക്കിലും കൂടെ എടുക്കുക. ഹോൾഡ് ചെയ്യുക.
മൂക്കിലൂടെ ശ്വാസം എടുക്കുക, പുറത്തോട്ട് വിടുക. പിന്നെ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക, 2 മൂക്കിലൂടെയും പുറത്തോട്ട് വിടുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു മൂക്കിലൂടെ എടുക്കുക, ഒരു മൂക്കിലൂടെ എടുത്തിട്ട് എത്രത്തോളം മാക്സിമം നമുക്ക് വലിച്ച് ശ്വാസം എടുക്കാൻ പറ്റും അത്രത്തോളം ശ്വാസം എടുക്കുക. എന്നിട്ട് നമ്മൾ 2 മൂക്കും ഒരുമിച്ച് പൊത്തിപ്പിടിക്കും. അപ്പോൾ ഹോൾഡ് ചെയ്യുക, എത്ര നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്ര ഹോൾഡ് ചെയ്യുക. ഒരു 10-20 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. നമ്മൾ വലതു മൂക്ക് ഇടതു മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുക. ശ്വാസം എടുക്കുമ്പോൾ നമ്മളെ വയറ് ഫുള്ളായിട്ട് ചുരുങ്ങിപ്പോണം. അപ്പം അതൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകും. ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് ഞാൻ കുറേ എന്താ പറയുക, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പറയുന്ന സമയത്ത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചെയ്യുക. നമുക്ക് കൊറോണയൊക്കെ എന്താ പറയുക, പമ്പ കിടക്കും എത്രയും പെട്ടെന്ന് തന്നെ. കൊറോണയൊക്കെ നമുക്കൊന്നുമല്ല. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിധപ്പെട്ട കൊറോണയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വിധപ്പെട്ട രോഗങ്ങളൊക്കെ നമുക്ക് എന്താണ് വരാതെ ഒരു പ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സ്കിപ്പാവാതെ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യമായി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ പെരുന്തൽമണ്ണ.